ഹലോ, ഞാനിന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. മീഷോ എന്നുള്ള പാഴ്സൽ അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കെട്ടിയവൻ നല്ല പണിയിലാണ്, ഞാൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അതും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി. ഇവിടെ എൻ്റെ കിച്ചൺ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ മേക്ക് ഓവറോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് അവിടെ ആ ഒരു ഏരിയ ഉണ്ടോ, ഞാൻ തുടയ്ക്കുന്ന ഏരിയ, ആ ഏരിയയിൽ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചങ്ങ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റിക്കർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ല സ്റ്റിക്കറാണ്, വാൾ സ്റ്റിക്കേഴ്സ് എന്ന് പറയും. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സാണ്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അടിപൊളി സാധനമാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഒട്ടിക്കണ മൊത്തം ബിജുവാണ്. അങ്ങനെ ബിജു അതെല്ലാം ഒട്ടിച്ച് തന്നിട്ട് ഞാൻ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്, അതായത് അതിൻ്റെ സൈഡൊക്കെ എന്താ പറയുക, ചെത്തി മിനുക്കി എടുക്കുകയാണ്. അത് എന്താ പറയുക, കുറച്ചൊരു അഭംഗി എന്നൊന്നും പറയാനില്ല. എന്താ പറയുക, ഇതൊന്നും ഇതല്ല, എന്നാലും ഇച്ചിരി പെർഫെക്ഷനോടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി പണിപ്പെട്ട് കത്തിയൊക്കെ വെച്ചിട്ട്, ആ കത്തിയും ഞാൻ മീഷോന്ന് വാങ്ങിച്ച കത്തിയാണ്, അടിപൊളി കത്തിയാണ്. അങ്ങനെ ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നാലും അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ ഈ സാധനമൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ഒരു ഓയിൽ ട്രെയും കൂടി വാങ്ങിച്ച് വയ്ക്കണം, അതൊക്കെ വയ്ക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ പോകുന്നത്, ഇപ്പോൾ ഒരു സമയം 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു മാളിൽ സിനിമ കാണാനാണ് പോയിരിക്കുന്നത്. നല്ല അടിപൊളി മൂവിയാണെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. എന്തായാലും ഞാൻ വന്നപാടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഒരു മൂലയ്ക്ക് ഒരു സീറ്റും കിട്ടി. അങ്ങനെ സിനിമ ദ ഒഡീസി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എനിക്കത്ര ദഹിച്ചില്ല, ബിജുവിന് ഇഷ്ടപ്പെട്ടു. അപ്പം